വിയ്യപുരം പോലീസിനെതിരെ കസ്റ്റഡി മർദ്ദന പരാതി. കാറിൽ കഞ്ചാവ് കടത്തിയെന്ന സംശയത്തിൽ ബിരുദ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. 3 ദിവസമാണ് രക്തം ഛർദ്ദിച്ച് വിദ്യാർത്ഥി ആശുപത്രിയിൽ കഴിഞ്ഞത്. അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് പോലീസ്. മോഡിഫിക്കേഷൻ നടത്തിയതിന് കാർ കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് വിശദീകരണം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇടതുപക്ഷം ഭരിച്ചപ്പോഴും ഇങ്ങനെ ഈ പോലീസ് മർദ്ദനമുറകൾ, 3-ാം മർദ്ദനമുറകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ വലതുപക്ഷം ഭരിക്കുമ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് സിയാദ് എന്ന യുവാവിനെ വാരിയിൽ മരിച്ച നിലയിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നാലെ മരിക്കുന്നു. ഇപ്പോഴിത് ആലപ്പുഴയിലും ഈ ബിരുദ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് വരുന്നത്. ഇത്രത്തോളം ഗുരുതരമാണ് പരാതി. ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എന്താണ് ഈ യുവാവിനെതിരെ ചാർത്തിയ ആരോപണം? അശ്വതി കൃഷ്ണരാജ്, ഇത് സംഭവം നടക്കുന്നത് കഴിഞ്ഞ 22-ാം തീയതിയാണ്. 22-ാം തീയതി പോലീസ് വാഹന പരിശോധന നടത്തുമ്പോൾ മുഹമ്മദ് യാസിൻ കാറിൽ വരികയായിരുന്നു. കാറ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോവുകയും പിന്നീട് അത് പോലീസ് പറയുന്ന പക്ഷം ബ്രീത്ത് അനലൈസർ മുന്നോട്ടെടുത്തപ്പോഴത്തേക്കും അത് തട്ടിക്കളഞ്ഞ് കാറ് മുന്നോട്ടെടുത്ത് പോയി എന്നതാണ്. പിന്നീട് ഈ മുഹമ്മദ് യാസിൻ എന്ന 20-കാരനെ വിളിച്ചു വരുത്തി സ്റ്റേഷനിലേക്ക് വരുന്ന വഴി തന്നെ തടഞ്ഞു നിർത്തി അതിക്രൂരമായി മർദ്ദിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. പോലീസാണ് ഈ യാസിന്റെ വാഹനം സ്റ്റേഷനിൽ എത്തിക്കുന്നത്. എത്തിച്ചു കഴിഞ്ഞ് ഇതുവരെയും വാഹനം വിട്ടു നൽകിയിട്ടില്ല. ഇതേസമയം ഇതിൽ കാറിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ കഞ്ചാവ് കടത്തുന്നു എന്ന സംശയത്തിന്റെ പേരിലാണ് പരിശോധന എന്ന് പറയുന്നത്. എന്നാൽ അതിക്രൂരമായി മർദ്ദിക്കുക. അതിനുശേഷം യാസിനെയും ഒപ്പം ഉണ്ടായിരുന്ന ആളെയും വിട്ടയച്ചു. അതിനുശേഷമാണ് രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 3 ദിവസം ചികിത്സയിൽ കഴിഞ്ഞത്. അകാരണമായി ക്രൂരമായി മർദ്ദിച്ചു എന്നത് തന്നെയാണ് യാസിനും യാസിന്റെ കുടുംബവും പറയുന്നത്. ഇതിനിടയിൽ യാസിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കൊച്ചുമോൻ, അദ്ദേഹം മത്സ്യ കച്ചവടക്കാരനാണ്, അയാളുടെ കയ്യിൽ നിന്ന് 2500 രൂപ ഈ ബ്രീത്ത് അനലൈസർ അറ്റകുറ്റപ്പണിക്കായി വാങ്ങുകയും ചെയ്തു. അത് ഗൂഗിൾ പേ വഴിയാണ് വാങ്ങിയത്. ഒരു പോലീസുകാരന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാരൻ പറഞ്ഞ നമ്പറിലേക്ക് പണം അയച്ചു നൽകുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം മറ്റ് കേസുകളൊന്നും എടുക്കാതെ വിട്ടയച്ചു എന്നതാണ് ഈ യുവാവും കുടുംബവും പറയുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ യാസിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യുവാവിന്റെ നിന്നും കഞ്ചാവ് ബീഡി കണ്ടെടുത്തിരുന്നു എന്നും അതിന്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനം ഓൾട്ടർ ചെയ്തതിന് അത് കോടതിയിലേക്ക് നൽകി എന്നതുമാണ് പോലീസിന്റെ വിശദീകരണം. ഇത്